പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയ വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം മോദി വയനാട്ടിലേക്ക് തിരിക്കും. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എപ്പോഴാണ് മോദി എത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, 10:53 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. നേരത്തെ 11:20 എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 10:53 കൂടി പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തി. ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും 10:30 കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് പ്രധാനമന്ത്രിയെ കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. നമുക്ക് തൊട്ട് മുൻപിൽ കാണുന്ന ആ വിമാനത്തിലാണ് വേണു പ്രധാനമന്ത്രി എത്തിയത്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ 3 ഹെലികോപ്റ്ററുകൾ, ഈ വിമാനത്തിന്റെ ഇരുഭാഗത്തുമായി 3 ഹെലികോപ്റ്ററുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകളാണ്. ആ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇവിടെ നിന്ന്, അതായത് ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ആ മേഖലകളിലേക്ക് പോവുക. അതിനുശേഷമായിരിക്കും ഈ ദുരന്തഭൂമി സന്ദർശിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. ഇവിടുന്ന് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്കൊപ്പം പോകും. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പം ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ഈ വിമാനത്തിൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ, ഏകദേശം 5 മിനിറ്റിനകം തന്നെ വിമാനത്തിൽ, അതായത് ഈ ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേണു, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഈ അവിടെയുള്ള വാഹനങ്ങൾ, അതായത് റൺവേയിലുള്ള വാഹനങ്ങളൊക്കെ തന്നെ അവിടുന്ന് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് യാത്ര പുറപ്പെടും എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി BJP നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി 12 ആളുകളാണ്, സീനിയർ നേതാക്കൾ 12 ആളുകളാണ് ഇവിടേക്ക് എത്തിയത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയത്. എന്തായാലും പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തി. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അകത്ത് ഈ സ്വീകരണ പരിപാടികൾ, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് വിശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം 5 മിനിറ്റിനകം ഇവിടുന്ന് യാത്ര പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വേണം അരുൺ, ഈ മുതിർന്ന BJP നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരെയൊക്കെ കണ്ടതിന് ശേഷമാകുമോ മോദി പോവുക? വേണു, പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതായി കുമ്മനം രാജശേഖരൻ, CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, MT രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന BJP നേതാക്കൾ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന BJP നേതാക്കളാണ് എത്തിയിരിക്കുന്നത്. അവരെ കണ്ടതിന് ശേഷം, ലൈനപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് BJP നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. അവരെ കണ്ടതിന് ശേഷം ഇവിടുന്ന് ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ സമയം ഇവിടെ ചെലവഴിക്കില്ല, ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ ചെലവഴിക്കില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വേണു, ഇപ്പോൾ യാത്ര പുറപ്പെടാനുള്ള സമയം ആയിരിക്കുന്നു. ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള ഒരുക്കം തുടങ്ങി എന്ന വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും 3 ഹെലികോപ്റ്ററുകളാണ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ 3 ഹെലികോപ്റ്ററുകളാണ് ഇവിടെ ഇപ്പം നിലവിലെത്തിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ ആകാശമാർഗമുള്ള യാത്ര അത് തടസ്സപ്പെടുകയാണെങ്കിൽ റോഡ് മാർഗം പോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ യാത്ര പുറപ്പെടുന്നതിനുള്ള, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തന്നെ വേണു, ആ യാത്ര പുറപ്പെടുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ യാത്ര പുറപ്പെടുകയാണ്. അവിടെ ഈ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഹെലികോപ്റ്ററിലേക്ക് കയറാനുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടക്കുന്നു. വേണു, ഈ 3 ഹെലികോപ്റ്ററിലാണല്ലോ അവിടേക്ക് പോവുക. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ആരൊക്കെ ഉണ്ടാകും? വേണു, പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അവർ ഈ വാഹനത്തിലേക്ക്, അതായത് ഹെലികോപ്റ്ററിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകളാണ്. അതിനുള്ള വാഹനങ്ങളൊക്കെ തന്നെ റൺവേയിൽ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിലാണ് അരുൺ ഉള്ളത്. അല്പം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിൽ വിമാനമിറങ്ങിയത്. 11:20 എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ 10:53 പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വിമാനം കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയെന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് ധർമ്മടവും വിവരങ്ങൾ നൽകാനുണ്ട്. ദീപക്, ഇനിയിപ്പോൾ ഇവിടുത്തെ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുൻപ്? വേണു, ഡൽഹി എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും IAF B777, അതാണ് പ്രധാനമന്ത്രിയുടെ വിമാനം, അതിലാണ് കണ്ണൂരിലേക്ക് എത്തുന്നത്. കണ്ണൂരിൽ നിന്നും
MI-17 ഹെലികോപ്റ്റർ. ഇതാണ് ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും യാത്രയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. ഡിഫൻസിന്റെ തന്നെ ഹെലികോപ്റ്ററാണിത്. ആ ഹെലികോപ്റ്ററിലാണ് നേരെ കൽപ്പറ്റയിലെ ഹെലിപ്പാഡിലേക്ക് എത്തുന്നത്. ഹെലിപ്പാഡ് വളരെ ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു താൽക്കാലിക ഹെലിപ്പാഡ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഹെലിപ്പാഡ് ഒരുക്കി. ഈ ഹെലിപ്പാഡിൽ നിന്നും പ്രധാനമന്ത്രിയുടെ SPG സുരക്ഷാ വാഹനത്തിലേക്കാണ് ആദ്യം പ്രധാനമന്ത്രി കയറുന്നത്. നേരെ പോകുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിലാണ്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും കേരള പോലീസിന്റെ ഇസൂസിലേക്ക് പ്രധാനമന്ത്രി മാറിക്കയറും. ഒപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു തുടങ്ങിയവരും ഉണ്ടാകും. DGP ദർവേഷ് സാഹിബും ഒപ്പം അനുഗമിക്കുന്നുണ്ട്. ഏരിയൽ സർവേയിലാണ് ആദ്യം തന്നെ ഹെലികോപ്റ്ററിലൂടെ മുഴുവൻ ദുരന്ത മേഖലയും പ്രധാനമന്ത്രി കാണും. മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും വളരെ കൃത്യമായി തന്നെ ഓരോ ദുരന്ത മേഖലയെക്കുറിച്ചും വിശദീകരിക്കും. കാരണം ഏരിയൽ സർവേയിലൂടെ മുണ്ടക്കൈ പുഞ്ചിരമറ്റം മേഖലയിലൂടെ പ്രധാനമന്ത്രിയുടെ ഈ ഹെലികോപ്റ്റർ MI-17 പോകുമെന്നാണ് വിവരം. ഇന്നലെ തന്നെ അതിന്റെ പരിശീലന പറക്കൽ നടന്നിരുന്നു. അതിനുശേഷം നേരെ ബേലി പാലത്തിലേക്ക് പോകും. ബേലി പാലം പ്രധാനമന്ത്രി നടന്ന് കുറുകെ കടക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ എന്നാൽ SPG വളരെ കൃത്യമായി തന്നെ മാവോയിസ്റ്റ് എഫക്റ്റഡ് ഡോമിനേറ്റഡ് ഏരിയ എന്നുള്ള നിലയിൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോഡ് മാർഗത്തിൽ മുണ്ടക്കൈയിലേക്ക് പ്രധാനമന്ത്രി പോകാത്തതും. അത് കഴിഞ്ഞ് നേരെ പ്രധാനമന്ത്രി എത്തുന്നത് സെന്റ് ജോസഫ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന ക്യാമ്പിലാണ്. ക്യാമ്പിലെ അന്തേവാസികളുമായി പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷം നേരെ നീങ്ങുന്നത് മിംസ് ആശുപത്രിയിലാണ്. മിംസ് ആശുപത്രിയിലെ പരിക്കേറ്റ് കിടക്കുന്ന കുട്ടി ഉൾപ്പെടെയുള്ളവരോട് പ്രധാനമന്ത്രി സംസാരിക്കുന്നു. തുടർന്ന് കൽപ്പറ്റയിലേക്ക് എത്തി കൽപ്പറ്റ കളക്ടറേറ്റിൽ ഒരുക്കിയ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചേർന്ന് ഒരു പ്രസന്റേഷൻ, ചീഫ് സെക്രട്ടറി ആ പ്രസന്റേഷൻ വീഡിയോ പ്രസന്റേഷൻ തന്നെ നടത്തുന്നത്. അതിനുശേഷം ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകുന്നത്.